നമസ്കാരം എല്ലാ കൈരളി TV പ്രേക്ഷകർക്കും. ഇന്ന് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. ഏത് കേക്കാണെന്നല്ലേ? ബ്ലാക്ക് ഫോറസ്റ്റ്. നമ്മൾ ഈ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ബേക്കറി കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കേക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കാൻ പഠിക്കാം. എങ്കിൽ പിന്നെ നമുക്ക് വേണം തോന്നുമ്പോൾ വീട്ടിലുണ്ടാക്കിയാൽ മതിയല്ലോ, വെറുതെ കടയിൽ ചെന്നിട്ട് പൈസ മുടക്കണ്ടല്ലോ അല്ലേ. അപ്പം ആദ്യം നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സാധനങ്ങൾ മതി, ശരിക്കും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഇതിന് ആ ടൈമിൻ്റെ ആ ഭാഗ്യം പോലെ ഇരിക്കും. അല്ലാതെ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മതി. മൈദ, കൊക്കോ പൊടി, പഞ്ചസാര, മുട്ട, വാനില എസൻസ്, വെണ്ണ, ഡാർക്ക് ചോക്ലേറ്റ് സ്ട്രാൻഡ്. അപ്പം ഇതൊക്കെ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളാണ്. പിന്നെ വേണ്ട സാധനം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ അത് പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരും, റമ്മ്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മത്തുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒഴിക്കുന്നതുകൊണ്ടായിരിക്കും. കുറച്ച് റമ്മ് ഇതിലേക്ക് ഒഴിക്കണം. അതായത് പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് റമ്മ് ഒഴിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? കേക്ക് റെഡിയാക്കാനായിട്ട് പോവാണല്ലേ? ബ്ലാക്ക് ഫോറസ്റ്റ് എൻ്റെ ദൈവം, ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റുകളുടെ ഇതെന്താ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ മത്സരമാണോ ഇത് നടക്കുന്നത് ഈ റൗണ്ട്? പക്ഷേ എനിക്ക് തോന്നാൻ നല്ല രസമായിരിക്കും. 5 10 പോലെ മോഡലായിരിക്കും. അതെ, അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. കമ്പാരിറ്റീവായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എത്ര ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടോ അതിൽ ഏറ്റവും നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് ഏതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, സരിക നല്ല തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. അതെ, എല്ലാം റെഡിയാണ്. ക്രീമും പിന്നെന്തൊക്കെയാ, ചെറീസ്, ചോക്കോസ്, എന്തൊക്കെയോ പേരൊന്നും അറിയില്ല. ഓക്കെ, കേൾസ്, ഫുൾ ചോക്ലേറ്റ് എല്ലാം പഠിച്ചു. പിന്നെ ബൈ ഹാർട്ട് പഠിച്ചു വന്നത്. അപ്പൊ നടക്കട്ടെ. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഈ ഒരു വലിയ ബൗളിലേക്ക്, ഇത് ശരിക്കും ഞാൻ കാണാപ്പാടം പഠിച്ചതാണ്, അതുകൊണ്ട് ഒന്ന് ആലോചിച്ചൊക്കെയാണ് പറയുന്നത്. ഈ ബൗളിലേക്ക് പിന്നെ വേറെ സന്തോഷ വാർത്ത ഉണ്ട്. എൻ്റെ അയൽവക്കക്കാരിയായ ഡിംപിൾ റോസും ഇന്ന് ഈ സെയിം സാധനമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ചോദിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവളെനിക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആദ്യം നമുക്ക് 3 കപ്പ് മൈദ, ഇങ്ങനെ ഇടഞ്ഞ് നമ്മൾ തരിച്ചിടണമെന്ന് പറഞ്ഞേക്കാം. ഇതിങ്ങനെയാണോ ചെയ്യുന്നല്ല. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ്, 2 കപ്പ് കൊക്കോ പൊടി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ തരിച്ച് അപ്പോൾ ദാ മൈദയും കൊക്കോ പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് ഇതൊരു 2 പ്രാവശ്യം തരിച്ച് മാറ്റി വയ്ക്കാം. ഇത് ശരിക്കും എന്തിനാ ഇങ്ങനെ ആവണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്ന് നല്ലോണം രണ്ടും കൂടെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, തരിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് വേണ്ട. നമുക്കിതിന് ഒന്നുകൂടെ ഇടയാം. അപ്പോൾ അതാ മൈദയും കൊക്കോ പൊടിയും കൂടെ. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. 6 മുട്ട. ആ മുട്ടയും പഞ്ചസാരയല്ലേ അത് കുറച്ചുകൂടെ പതപ്പിക്കണം. ഇനിയും പതപ്പിക്കണം. നോക്കട്ടെ, കാണിക്ക്. ഇത് പകുതിയാ. പോരെ, കുറച്ചുകൂടെ അങ്ങനെ ആവോ? കുറച്ചുകൂടെ വെള്ള കളർ വരണം എന്ന് പറഞ്ഞു. വെള്ള കളറാണത്. ഉണ്ട്. അത്ര മതിയോ? എനിക്കറിയില്ല, കുറച്ചുകൂടെ വേണോന്ന് എനിക്കൊരു സംശയം. അപ്പം അത് 6 മുട്ട. അതിലേക്ക് പൊടിച്ച പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് നല്ലെണ്ണ ഇരിക്കട്ടെ. മുട്ടയും ഒരു 3 സ്പൂൺ പഞ്ചസാര. ഒരു 3 കണക്കാണ് കേട്ടോ, 3 അളവ് കണക്ക്. അപ്പോൾ ഇതാ മുട്ടയും
പഞ്ചസാരയും കൂടിയാണ്. അയ്യോ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ കടയിൽ തന്നെ പോയി ഒരു കഷ്ണം വാങ്ങിച്ച് തിന്നാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ, സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സുഖം നമുക്കൊന്ന് കൂട്ടാം. ശരി, മുട്ടയും പഞ്ചസാരയും കൂടെ അടിക്കുക. ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു 6 ബ്ലാക്ക് ഫോറസ്റ്റ് കിട്ടണി. ഇടവേളകളിൽ ഓർമ്മപ്പെടുത്തല്ലേ. കൊള്ളാം, നല്ല പരിപാടിയാ. ഒക്കെ നല്ല ടേസ്റ്റ്. നമുക്ക് കഴിക്കാൻ, നമുക്ക് കൊതിയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കാനും നല്ല. അതെ, പക്ഷെ എനിക്ക് മധുരം, ഞാൻ ഭയങ്കര മധുരം കേക്ക് അറിയാത്ത ഇഷ്ടമാണ്. ആണോ? ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടമാണോ? പ്രത്യേകിച്ച് ഞാനുണ്ടാക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓരോരുത്തരുടെ തെറ്റായ ധാരണകൾ ചേച്ചി ഏതാ? ആ പൈനാപ്പിൾ കേക്ക്. അപ്പം ഇത് നല്ല പരിപാടിയല്ലേ? മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് എത്രത്തോളം പതപ്പിക്കാമോ? നമ്മൾ പറയില്ല, ഒരാളെ നമുക്ക് സോപ്പിട്ട് പതച്ച് അതിൽ ഞാൻ മിടുക്കിയാണെന്ന്. അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പതപ്പിക്കൽ. നടക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ, ചോക്ലേറ്റ് ഒക്കെ തിന്നാൻ. ചോക്ലേറ്റ് സ്ക്രാൻസ് ഒക്കെ കഴിക്കാൻ വരണേ. ഇല്ല, ചെറി പോയി, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ചെറിയുടെ കാര്യം. അപ്പോൾ ഇതാ ഈ മുട്ടയും പഞ്ചസാരയും അടിച്ച് വെച്ചതിലേക്ക് വാനില എസൻസ്. ശരിക്കും ഇതിനങ്ങനെ സമയക്കണക്കൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് പൊങ്ങി വരണം, നന്നായിട്ട് നല്ല മുട്ടയുടെ ആ ഒരു സ്മെല്ല്, ഒരു വാനില എസൻസിൻ്റെ സ്മെല്ലാണ്. നന്നായിട്ട് കട്ടിയിൽ വരണം എന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സ്. അതെ, ഞങ്ങളൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ഓഡിയൻസ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇനി കോപ്പി അടിക്കാലോ. അങ്ങനെ ഇതവിടെ പിന്നെ ഇതാണ്, അവള് കഴിയാറായെന്ന് തോന്നുന്നു. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല കട്ട പിടിച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ മുട്ടയും പഞ്ചസാരയും അടിച്ച് വെച്ചത് പകുതി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് ഈ മുട്ടയുടെ പത പോവാത്ത വിധത്തിൽ, എന്തായാലും പത ചെറുതായിട്ടാണ്. കട്ട പോയി അതുകൂടെ ഇല്ല ഒഴിച്ച്. അല്ല, അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആവുമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ ബട്ടറും കൂടെ ഒരുക്കി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ലൂസാവുന്നില്ലെങ്കിൽ കുറച്ച് മുട്ട ഒഴിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെണ്ണ ഇതിലേക്ക് ഉരുക്കി ഒഴിക്കാനുണ്ട്. ഓക്കെ, വെണ്ണ ഒരിക്കലും ഇത്തിരി പാടാണ്, ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞിട്ടില്ല, വെണ്ണ നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഈ വെണ്ണ ഉരുക്കിയത് ഇതിലേക്ക്. ഇതെന്തൊക്കെയാണ്? മുട്ട 6 മുട്ട, കൊക്കോപ്പൊടി, മൈദ, പഞ്ചസാര, മുട്ടയും മൈദയും കൊക്കോപ്പൊടി മിശ്രിതം നമുക്ക് ഓവനിൽ വെക്കാം. അപ്പം ഈ ഓവൻ്റെ ഈ പാത്രത്തിലേക്ക് നന്നായിട്ട് ബട്ടർ വെക്കാം. ഇങ്ങനെ തേക്കുമെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ കൂട്ടിനെ പറ്റി എനിക്ക് വലിയ വിശ്വാസം പോരാ. അപ്പോൾ അത് നമുക്ക് നല്ലോണം ബട്ടർ തേച്ചാൽ ഡിമ്പിൾ അങ്ങനെ തലവുമായി വരുന്നുണ്ട്. വെച്ചോളൂ.
ഞങ്ങൾ ഒരുമിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പം നന്നായിട്ട് ബട്ടർ തേച്ചാ ഉള്ളിൽ നമുക്ക്. അങ്ങനെ ഡിമ്പിൾ ഇതാ വെക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. അയ്യോ, എന്താ തള്ള പറഞ്ഞാൽ പിള്ളയ്ക്ക് കേടില്ലെന്നല്ലേ? അപ്പം ഞാൻ തള്ള, അവള് പിള്ള, അപ്പം കേടില്ല. അപ്പം അതാ നന്നായിട്ട് വെണ്ണ, ഇത്രയൊക്കെ വെണ്ണ പുരട്ടിയാലെങ്കിലും എൻ്റെ കേക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും വെണ്ണ ഇതിനകത്ത് തേക്കുന്നത്. ഇത്രയും വെണ്ണ ഞാൻ പുരട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും പുരട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കൂട്ടെനിക്ക് കിട്ടും എന്നുള്ള പേടി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൊടി വിതറിക്കും. കൈകൊണ്ട് വിതറാം. കൈകൊണ്ട് കുറച്ച് കൊക്കോ പൊടി ഇങ്ങനെ വിതറിയിട്ടുണ്ട്. എന്നിട്ട് സാഷ്ടാംഗം ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഈ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇനി ഒരുപാട് പണിയുണ്ട്. നമുക്ക് ഇത് ഓവനിലേക്ക് വെക്കാം. നമുക്കേ ഈ കേക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലിടാനാണ്. അപ്പോൾ നമുക്ക് മുറിച്ച് വെക്കാം. ഇതങ്ങനെ ഇതൊന്നും വേണമെന്നില്ല, ഓൾറെഡി ഇങ്ങനെ മുറിച്ച് വെച്ചത് തന്നെയാണ് നമുക്കത്. അപ്പം ഞാൻ വലിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് കറക്റ്റ് ഒരുമിച്ച് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു ചെറിയെടുത്ത് കഴിക്കണം. അപ്പോൾ അത് വളരെ സ്ട്രെയിറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, അത് കഴിച്ചത് കൊണ്ട് കണ്ടോ നല്ല കറക്റ്റ് ഒരുപോലെ വരുന്നുണ്ട്. കണ്ടോ, അത് കഴിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ചെറു തിന്നാലുള്ള ഓരോ അടവേ. പഞ്ചസാര ലായനി ഉണ്ടാക്കാം. സ്റ്റൗ കത്തിച്ചു. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പം ഈ പഞ്ചസാര അവിടെ നിന്ന് ഉരുക്കിക്കോട്ടെ. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ എല്ലാ ഭാവി ഭൂതവും ഭർത്താവും ഒക്കെ. ഓക്കെ